എന്താ ചെയ്യാൻ? ഞാൻ ഇവിടെ ഇന്ന് മാധുവിന്റെ എല്ലാം പഴയ കേക്കിന്റെ അത് കൊള്ളില്ല. പഴയ കാലത്ത് 10 വർഷത്തിന് മുമ്പ് ഒഴിച്ചത് അതൊക്കെ കൊള്ളാം. മുഖത്തോടായി അല്ല, പാത്രം കഴുകാനോ വല്ലതിനും ഇടാനാണെങ്കിൽ കൊള്ളാം. അല്ലാതെ മേലിൽ നിന്ന് ഒഴിച്ച സോഡാപ്പൊടിയോ ലേലിത്തിരി ഇരുന്നത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ അവിടെ അതാണ് ഇട്ട് വെച്ചേക്കുന്നതെന്ന് ഞാൻ കണ്ടാ. ഓ, ഞാൻ കാണാൻ തരി. ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ ക്യൂട്ട് ബേബി ആമിക്കുട്ടി. ഞാൻ ഒരു പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ആമിക്ക് ഭയങ്കര അധികം ആഗ്രഹം ക്യാമറയിൽ വരണമെന്ന്. വെക്കണം. ഓക്കെ, ഇവിടെ വെക്കാന്നാണ് പറയുന്നത്. നമുക്കിവിടെ വെച്ചിരുന്നിട്ട് സംസാരിക്കാം. എന്നെ കാണാമെന്തോ? കാണാം. അപ്പോൾ നമ്മുടെ അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. വരുമ്പോൾ നമുക്കൊരു പ്രാങ്ക് ചെയ്യാം. അതായത് എൻ്റെ സ്കിന്നിന് DIY ചെയ്തിട്ട് കുറച്ച് ബേണായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് ഞാൻ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാങ്ക്. എക്സ്ക്യൂസ് മീ, ഫോൺ അവിടെ നിന്ന് എടുത്ത്. അവിടെ ഇങ്ങനെ ഫോൺ എടുക്കണ്ട. നമ്മളിവിടെ സംസാരിച്ചവനും ഫോൺ പോയി എടുത്ത് മുടിയിരിക്കുന്നു. അപ്പം അമ്മാമ്മയ്ക്ക് പ്രാങ്ക് കൊടുക്കുമെന്ന് പറ. പ്രാങ്ക് കൊടുക്കുമെന്ന് പറയടേ. എൻ്റെ പ്രാങ്ക് കൊടുക്കുമെന്ന് പറ. ഇതിപ്പോൾ ഈ ആൾക്ക് പ്രാങ്ക് ചെയ്യുന്നത് പോലെ ആയി. അപ്പോൾ അമ്മ വരുമ്പോഴത്തേക്കും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. എൻ്റെ ഫേസ് ഒരു സൈഡ് ഫുള്ള് പേസ്റ്റൊക്കെ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ട് മറച്ച് വെക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഇത് അമ്മ വിശ്വസിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ അവരെന്തായാലും ഹോസ്പിറ്റൽ ഡോക്ടറൊക്കെ കാണുന്ന ടൈം മാത്രമേ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. തിരുവനന്തപുരത്താണ് പോയേക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് എന്തായാലും വരുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം വരെ നമുക്ക് ഫേസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അവരെ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിച്ചതിന് ശേഷം ചെയ്യാം. അപ്പം 5 മണിയായിട്ടുണ്ട്. അമ്മയും അച്ഛനും വരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണിയായപ്പോൾ അവർ നെടുമങ്ങാട് എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഇന്ത്യയിൽ ഈ ക്ലോസപ്പിൻ്റെ ഇതുണ്ട് കേട്ടോ, പേസ്റ്റ്. നമുക്കിത് ഫേസിൽ തേക്കാം. എന്നിട്ട് പറയാം മുഖം പൊള്ളിയെന്ന് പറയാം. ഫേസ് പാക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷേ മുഖം പൊള്ളി. അപ്പോൾ നമ്മൾ പേസ്റ്റ് തേച്ചേക്കാണെന്ന് പറയാം. അവനെങ്ങനെ റിയാക്ഷൻ ചെയ്യുമെന്ന് അറിയില്ല. നാച്ചുറാലിറ്റിക്ക് വേണ്ടി നമുക്ക് ഈ സൈഡിൽ മാത്രം അപ്ലൈ ചെയ്യാം. ഇത്രയും മതി. ഫേസിന് എന്തെങ്കിലും പറ്റിയതെന്ന് പറയാം. ഓക്കെ, പോൾ സെറ്റാണ്. അവർ ഓന്തുവച്ച് വന്നിട്ടുണ്ട്. ചായ കുടിക്കാൻ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ പേസ്റ്റ് മാറ്റിയിട്ട് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ലും ബീട്രൂട്ട് ജെല്ലും കൂടെ തേച്ച് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എൻ്റെ ഫേസൊക്കെ പൊള്ളിയിരിക്കാനും സോഡാപ്പൊടി ഇട്ട് പൊള്ളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ വിശ്വസിച്ചു. ഞാൻ അങ്ങോട്ട് വരട്ടെ, എന്തിനാ അത് സോഡാപ്പൊടി എടുത്ത് മുഖത്തിട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് അറിയില്ല. ഞാൻ എന്തായാലും അവർ ബാക്ക് സൈഡിലൂടെ ആയിരിക്കും കയറുന്നത്. അപ്പം ഞാൻ ആ ഒരു കയറുന്നതിൻ്റെ അവിടെ തന്നെ ചേറിട്ടിട്ട് അവിടെ ഇരിക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ നമുക്ക് ക്യാമറ വയ്ക്കുന്ന എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കാം. വരൂ. ഇത്തിരി തേങ്ങ കൂടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ.
ആശുപത്രി പോയി വെളുക്കാൻ വേണ്ട തേച്ചത് തേപ്പ്. എന്ത് ചെയ്യാൻ? ഞാൻ ഇവിടെ ഇരുന്ന് മാധുവിന്റെ പഴയ കേക്കിന്റെ അത് കൊള്ളില്ല. പഴയ കാലത്ത് പണ്ട് 10 വർഷത്തിന് മുമ്പ് കഴിച്ചത് അതൊക്കെ കൊള്ളാം. മോമോത്തലായി അല്ല പാത്രം കഴുകാനോ വല്ലതിനും ഇടാനാണെങ്കിൽ കൊള്ളാം. അല്ലാതെ മേലിന്ന് മേടിച്ച സോഡാപ്പൊടിയോ ലേലിത്തിരി ഇരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ അവിടെ അതാണ് ഇട്ട് വെച്ചേക്കുന്നതെന്ന് ഞാൻ കണ്ട. ഓ ഞാൻ കാണാൻ തരി നിങ്ങൾ പോവാൻ പറഞ്ഞു. ഇവിടെ വേദന എടുത്ത് കുറെ നേരം നിങ്ങളെ ഫോണിൽ കിടന്ന് വിളിച്ചിട്ട് എടുത്താ. പിന്നെ നീ വേദന എടുക്കുമ്പോ ഞാൻ അവിടെ അയക്കുന്ന ഞാൻ വരാം. നിനക്ക് വേദന എടുക്കാൻ എന്തെങ്കിലും പഴയ ഐസ് പാക്ക് അങ്ങനെ വെച്ച പേസ്റ്റ് എടുത്തിട്ടപ്പോഴാണ് ഇത്ര കൂടിയത്. വെളുക്കാൻ തേച്ച് പാണ്ടായി എനിക്ക്. ഇല്ല അത് മേലിൽ നിന്നാണ് മേടിച്ചവരെ അവിടെ ഇവിടെ ഒരെണ്ണത്തി ഞാൻ വെച്ചിരുന്നു. ഷാപ്പിയിൽ ചെന്ന് കയറി ഞാൻ പോയി. ഷാപ്പിയിൽ ചെന്ന് എനിക്കറിഞ്ഞോളൂ. നീ അതങ്ങോട്ട് മാറ്റിക്കാനും പോണ എങ്ങനെയാ? അതിനി ഉണങ്ങി പതുക്കെ പോവും. കരി എന്നിട്ട് പിന്നെ അത് തൊലി ഇളവി പിന്നെ അത് പോവും. ചിക്കൻ ബോക്സ് പാട് കണക്കാവും. ആ അതുപോലെ ആവും. ചെറുതായിട്ട് ഉള്ളിയോളെങ്കിൽ അത് ജാനുവിനല്ലേ എവിടെ അള്ളിക്കീറിയത് അത് പോയല്ലേ. ചെറിയ നഖമായിട്ട് പോയായിരുന്നു. അതങ്ങോട്ട് എവിടെ നോക്കട്ടുണ്ടേ. തേനൊക്കെ ഇട്ട് വെച്ചോടെ പേസ്റ്റും കൂടെ എടുത്തിട്ടപ്പോ ഭയങ്കര നീറ്റാണ്. അത് ഈ തീ പൊള്ളനായിരിക്കും പേസ്റ്റ്. നീ വെള്ളം കോരി വെക്കുന്നതിൽ തൂറായിരിക്കും. മുഖത്തേരിയത് മുറിഞ്ഞാക്കളെ. ആ കണ്ട് ഈ മുഖത്തൊക്കെ ഈ പെണ്ണിന്റെ അല്ലെങ്കിൽ ഈ മുഖത്ത് ഇങ്ങനെ വെച്ചേക്കുന്നോണ്ട് ഇങ്ങനെ ഒത്തിരിയായ വേദന എടുക്കും. എന്താ പറഞ്ഞൂടാ സോഡാപ്പൊടി മുഖത്തോടൊന്ന് എവിടെ നിന്ന് കിട്ടിയാണ്ടോ? ആളുകളിട്ടെങ്കിൽ നിന്റെ ചെവിക്കല്ലടിച്ച് കുറച്ചത്. അയ്യേ പറ്റിച്ചെന്ന് പറഞ്ഞാ അമ്മാവേനെ പറ്റിച്ചെന്ന് പറഞ്ഞാ വെള്ളിക്കാരെ പിടിച്ചാൽ റെഡി. അങ്ങനെ നമ്മുടെ പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാ? നിങ്ങൾ വിശ്വസിച്ചാ ഇല്ലേ? വിശ്വസിച്ചില്ലെന്നോണ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ടാറ്റ. മറ്റൊരു വീഡിയോ കാണുന്നവര് ടാറ്റ ബൈ ബൈ.